ഹായ് ഫ്രണ്ട്സ്, GK പ്ലേയിങ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് സയൻസ് ക്വിസ് ചോദ്യങ്ങളാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, വൈദ്യുത പ്രവാഹ തീവ്രതയുടെ SI യൂണിറ്റ് എന്താണ്? വൈദ്യുത പ്രവാഹ തീവ്രതയുടെ SI യൂണിറ്റ് എന്താണ്? ആംപിയർ. A എന്ന പ്രതീകം ഉപയോഗിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആംപിയർ എന്നതാണ് ഇതിൻ്റെ ഉത്തരം. നക്ഷത്രങ്ങളും നെബുലകളുമെല്ലാം ഏത് അവസ്ഥയിലാണുള്ളത്? നക്ഷത്രങ്ങളും നെബുലകളുമെല്ലാം ഏത് അവസ്ഥയിലാണുള്ളത്? പ്ലാസ്മ എന്ന അവസ്ഥയിലാണ് നക്ഷത്രങ്ങളും നെബുലകളുമെല്ലാം ഉള്ളത്. ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന് പദാർത്ഥമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി കാവൻഡിഷാണ് ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. അടുത്ത ചോദ്യം, 1806 ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ജലത്തെ ഹൈഡ്രജനായും ഓക്സിജനായും വിഘടിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? 1806 ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ജലത്തെ ഹൈഡ്രജനായും ഓക്സിജനായും വിഘടിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? സർ ഹംഫ്രി ഡേവിയാണ് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ജലത്തെ ഹൈഡ്രജനായും ഓക്സിജനായും വിഘടിപ്പിച്ചത്. അടുത്ത ചോദ്യം, ആധുനിക രസതന്ത്രത്തിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിലൊന്നാണ് ആറ്റത്തിൻ്റെ സ്വഭാവത്തെ വിശദീകരിക്കുന്ന ആറ്റം സിദ്ധാന്തം. ഇത് ആവിഷ്കരിച്ചത് ആരാണ്? ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ. അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ് ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത്? ഉത്തരം ബേഴ്സിലിയനാണ് ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത്. പ്രകാശത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഒപ്റ്റിക്സ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം എന്നും ഇത് പറയുന്നു. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. കേൾവിക്കാരൻ്റെയോ ശബ്ദസ്രോതസ്സിൻ്റെയോ ആപേക്ഷിക ചലനം നിമിത്തം ശബ്ദത്തിൻ്റെ ആവൃത്തി വ്യത്യസ്തമായി അനുഭവപ്പെടുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ്? ഡോപ്ലർ ഇഫക്റ്റ് എന്നാണ് ഈ പ്രതിഭാസത്തിന് പറയുന്ന പേര്. ക്രിസ്റ്റ്യൻ ഡോപ്ലറാണ് ഈ പ്രതിഭാസം കണ്ടെത്തിയത്. അടുത്ത ചോദ്യം, വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത് ആരാണ്? വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത് ആരാണ്? ഡേവിസ് വാർണറാണ് വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത്. ആറ്റോമിക തിയറിയുടെ അടിസ്ഥാനത്തിൽ നക്ഷത്രങ്ങളിൽ നിന്നുള്ള സ്പെക്ട്രത്തെക്കുറിച്ച് പഠനം നടത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. ആറ്റോമിക തിയറിയുടെ അടിസ്ഥാനത്തിൽ നക്ഷത്രങ്ങളിൽ നിന്നുള്ള സ്പെക്ട്രത്തെക്കുറിച്ചുള്ള പഠനം നടത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ മേഘ്നാഥ് സാഹയാണ് ഈ പഠനം നടത്തിയത്. അടുത്തത്, ലീഫ് കളർ ചാർട്ട് ധാന്യവിളകളിൽ ഏത് മൂലകത്തിൻ്റെ ലഭ്യത അളക്കുന്ന എളുപ്പവഴിയാണ്? ലീഫ് കളർ ചാർട്ട് ധാന്യവിളകളിൽ ഏത് മൂലകത്തിൻ്റെ ലഭ്യത അളക്കുന്ന എളുപ്പവഴിയാണ്? നൈട്രജൻ. പ്രോട്ടീനുകൾക്കു സമാനമായ തന്മാത്രകളെ കൃത്രിമമായി നിർമ്മിക്കാം എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായി നിർമ്മിക്കാം എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ബിറ്റ്നി ഫോക്സ്. അടുത്തത്, ഏറ്റവും ചെറിയ കോശം ഏതാണ്? ഏറ്റവും ചെറിയ കോശം മൈക്കോപ്ലാസമാണ് ഏറ്റവും ചെറിയ കോശം. അതുപോലെ ഏറ്റവും വലിയ കോശം ഏതാണെന്നും അറിഞ്ഞിരിക്കണം. അത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. മുട്ട എന്ന് പറയുന്നത് ഒരു കോശമാണ്. ഏറ്റവും വലിയ കോശമാണ് മുട്ട. അതിൽ ഏറ്റവും വലിയ മുട്ട ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ കോശവും ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. അടുത്ത ചോദ്യം, ക്ലോണിങ്ങിൻ്റെ പിതാവ് ആരാണ്? ഇയാൻ വിൽമുട്ടാണ് ക്ലോണിങ്ങിൻ്റെ പിതാവ്. സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചൊരു ഉപകരണമാണ് സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത്. ഈ ഉപകരണം ഏതാണ്? ക്രെസ്കോഗ്രാഫിയാണ് സസ്യങ്ങളിലെ ചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇതിലും കൂടുതൽ ഫലപ്രദമായ വീഡിയോകൾ കിട്ടാനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.